ഇന്ന് എന്റെ ഈ ഒരു കുഞ്ഞ വീടും പരിസരമൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഈ ഒരു മെയിൻ റോഡ് ഈ ഒരു ചെറിയ വഴി കൂടെ ഇറങ്ങി പ്രകൃതി ഭംഗിയാലെ ആസ്വദിച്ച് നേരെ ഈ റോഡിന്റെ അവസാനം എത്തുമ്പോൾ ഒരു ചെറിയ ടാർപ്പായിട്ട് ഒരു കുഞ്ഞ വീട് കാണും. അതാണ് എന്റെ വീട്. എന്റെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ കുറെ വഴുതിരിങ്ങ ചെടിയും ചെണ്ടും വലിയ അതേപോലെ തന്നെ കുറച്ച് നാരങ്ങന്റെ ചെടിയെല്ലാം എന്റെ അച്ഛനും അമ്മയും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ ഈ ഒരു ഭാഗത്താണ് എന്റെ വീടും അതുപോലെ തന്നെ ചെറിയൊരു മുറ്റം ഉള്ളത്. എന്റെ വീട് ഒരു പഴയ ചെറിയ വീടായതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ സിറ്റോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതേപോലെ ചെറിയൊരു കോലയാണ് ഉള്ളത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ എന്റെ ഈ ഒരു കുഞ്ഞു വീടിന്റെ അകം നമുക്കിനി കാണാം. വാതിൽ നേരെ അകത്തേക്ക് കയറി പറഞ്ഞാൽ ഇതേപോലെ രണ്ട് സൈഡിലേക്ക് പോണത് ഈ ഒരു ഹാളാണുള്ളത്. ആ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സാമി റൂമിന് ചേർന്ന് ടി വി, ഒരു സോഫയും ഒരു ഷെൽഫും ആണ് ഉള്ളത്. പിന്നെ ഈ ഒരു ഷെൽഫിൽ ഞാൻ ആ കൂടി വെച്ചിരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എന്റെ പ്ലേ ബട്ടനും പിന്നെ ഞാനും എന്റെ കൂട്ടുകാരന്മാരും കൂടി താജ്മഹൽ ഭയപ്പെടുത്ത ഒരു ഫോട്ടോയാണ് ഉള്ളത്. അങ്ങനെ ഈ ഒരു ഹാളിൽ നിറങ്ങി നേരെ ആ കാണുന്നതാണ് എന്റെ അച്ഛൻ്റെ അമ്മന്റെ റൂമിനകത്ത് കുറെ പാത്രങ്ങളും സൗകര്യങ്ങളെല്ലാം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു മുറി നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ സൈഡ് ഹാളിന്റെ അറ്റത്തുള്ള എന്റെ ഈ ഒരു വീട്ടിലത്തെ കുഞ്ഞ് അടുക്കളയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുക്കളയ്ക്ക് കയറുമ്പോൾ തന്നെ ഇതേപോലെ രണ്ട് വിറകടുപ്പും പിന്നെ ഈ ഒരു ഗ്യാസ് അടുപ്പ് അതിനോട് ചേർന്ന് തന്നെ അരിയും അതുപോലെ തന്നെ കുടിവെള്ളവും വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ തന്നെ ഇതേപോലെ ചെറിയൊരു ഷെൽഫ് അതുപോലെ തന്നെ ചെറിയൊരു ഫ്രിഡ്ജാണ് ഈ ഒരു അടുക്കളയിൽ ആ കൂടി ഉള്ളത്. അങ്ങനെ അടുക്കളയെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വെളിക്ക് ഇറങ്ങി പറഞ്ഞത് ഈ കാണുന്നതാണ് എന്റെ ഏട്ടന്റെ മുറി. ഏട്ടന്റെ ഈ ഒരു റൂം കൂടി കഴിഞ്ഞ് എന്റെ ഈ വീട്ടിലെ റൂമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ റൂം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് ഈ ഒരു സോഫയാണ്. വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് പിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും കിടന്ന് ഉറങ്ങുന്നുള്ളതുകൊണ്ടും എനിക്ക് ഈ ഒരു സോഫ തന്നെ ധാരാളമാണ്. അങ്ങനെ വീടിന്റെ അകത്തെല്ലാം കഴിഞ്ഞ് നേരെ ഇനി പുറകുവശത്തുള്ളത് പാവങ്ങളുടെ വാഷിംഗ് മെഷീൻ ആയത് ഈ ഒരു അലക്കുകല്ലും ഈ ഒരു അമ്മിക്കല്ലും കൂടി കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ എന്റെ ഈ ഒരു കുഞ്ഞു വീടിന്റെ ഹോം ടൂർ ഏകദേശം കഴിഞ്ഞു. സൗകര്യങ്ങളെല്ലാം വളരെ കുറവായതുകൊണ്ടാണ് ഒരുപാട് പേര് എന്നോട് വീടും പരിസരമൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ഇടാൻ കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാക്കി മാറ്റാനുള്ള പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് ഇത്രയും ദിവസം എനിക്ക് വീഡിയോ പോലും ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീട് പണിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.